ഏറ്റുമാനൂർ ബൈപ്പാസിലെ സോളാർ ലൈറ്റുകൾ അപകടാവസ്ഥയിൽ. ലൈറ്റുകൾ സ്ഥാപിച്ച് 1 മാസത്തോളം പിന്നിടുമ്പോൾ വശങ്ങളിലേക്കായി ചരിഞ്ഞു. തൂണുകൾ വേണ്ട വിധം നിലത്ത് ഉറപ്പിക്കാത്തതാണ് ലൈറ്റുകൾ ചരിയാൻ കാരണം. ഏറ്റുമാനൂരിലെ പട്ടിത്താനം മണർകാട് ബൈപ്പാസിൽ 1.8 കിലോമീറ്ററോളം ദൂരമാണ് സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. 1 കോടിയോളം രൂപ മുടക്കിയാണ് വിളക്കുകൾ സ്ഥാപിച്ചത്. എന്നാൽ 1 മാസമാകും മുൻപ് ഇവ തകർന്നു വീഴുന്ന അവസ്ഥയായി. നമ്മുടെ ഈ മണർകാട് ബൈപ്പാസിലെ ഈ സോളാർ ലൈറ്റുകളെല്ലാം നല്ലതാണ്. പക്ഷേ അതിന്റെ ചോട്ടില് ബോൾട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ മണ്ണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് മൂടാത്ത കാരണം ഇത് ഓരോന്നും ചെരിഞ്ഞ് ഇവിടം തൊട്ട് നമ്മുടെ പട്ടിത്താനക്കാലോട്ട് ഇങ്ങോട്ട് നോക്കി അറിയാം, മിക്ക സോളാർ ലൈറ്റുകളും ചെരിഞ്ഞാണ്. ഇത് അപകടം ഉണ്ടാകുന്ന രീതിയിലാണ്. ചെരിഞ്ഞ് മഴയത്ത് ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ വല്ല വണ്ടിയുടെ മൊത്തം ആൾക്കാർ മൊത്തം എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നതാണ്. അതിനുവേണ്ട പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് വഴിവിളക്കുകൾ ഉറപ്പില്ലാതെ നിൽക്കുന്നത്. അപ്രതീക്ഷിതമായി ലൈറ്റുകൾ റോഡിലേക്ക് പതിച്ചാൽ വലിയ അപകടത്തിന് കാരണമായേക്കാം. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 കോട്ടയം.